ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചത്തെ വീക്ക്ലി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വളരെ സംഭവബഹുലമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നു. അതായത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു പോളിസി. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ പലിശ നിരക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പലിശ നിരക്കിൽ മാറ്റങ്ങളില്ല. അതേസമയം ക്യാഷ് റിസർവ് റേഷ്യോയിലാണ് 50 ബേസിസ് പോയിൻ്റ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൽ ഒരു ബാലൻസ്ഡ് റിസർവ് ബാങ്ക് പോളിസി തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. മാർക്കറ്റ് അതിനുശേഷം ചെറിയ രീതിയിലുള്ളൊരു കറക്ഷനോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സെൻസെക്സിൽ 56 പോയിൻ്റെയും നിഫ്റ്റിയിൽ 30 പോയിൻ്റെയും ബാങ്ക് നിഫ്റ്റിയിൽ 94 പോയിൻ്റെയും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം വെള്ളിയാഴ്ച അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഓഹരി സൂചികകൾ ഉയർന്നിട്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. മിഡ് ക്യാപ്പിൽ 263 പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് മാർക്കറ്റിൽ കണ്ടത്. FIIസിൽ വെള്ളിയാഴ്ച മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 1830 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ നിക്ഷേപകർ നടത്തിയത്. അതേസമയം ആഭ്യന്തര നിക്ഷേപകർ 1659 കോടി രൂപയുടെ വാങ്ങലുകളുമാണ് വെള്ളിയാഴ്ച നടത്തിയിരിക്കുന്നത്. US മാർക്കറ്റും വെള്ളിയാഴ്ച നേരിയ ഇടിവോടുകൂടിയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഡോ ജോൺസിൽ 123 പോയിൻ്റെയും അതായത് 0.28% ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയും നമുക്ക് ഒരുപാട് ഇവൻറ്റ്സുകളുണ്ട്. ഇനി മോണിറ്ററി പോളിസിയുടെ അനാലിസിസുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊക്കെ വിശദമായിട്ട് പോകാം. ഒരു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ പോസിറ്റീവ് ടോണിക്കുമാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോയിനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഞങ്ങളെ കേൾക്കുന്നു, ഒരുപാട് പേര് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസൊക്കെ ഹെൽപ്ഫുൾ ആകുന്നു എന്ന് അറിയിക്കുന്നത് വളരെയേറെ സന്തോഷം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,677 എന്ന് പറയുന്ന ഒരു ബുള്ളിഷ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും 24,500 മുകളിൽ 24,650 വരെയുള്ളൊരു ഷോർട്ട് കവറിങ് റാലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം നല്ല രീതിയിൽ ഒരു അവസരത്തിൽ വെള്ളിയാഴ്ചയും നല്ല രീതിയിൽ വോളറ്റാലിറ്റി കണ്ട ഒരു ദിവസമായിട്ടാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി എന്ന് പറയാം. കാരണം 200-300 പോയിൻ്റ് സ്വിങ്സാണ് നമുക്ക് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത്. വളരെയേറെ വോളറ്റാലിറ്റി കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു വെള്ളിയാഴ്ച. ഒരവസരത്തിൽ നിഫ്റ്റി 24,620 വരെ വരികയും പിന്നീട് 24,750 എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു മിക്കവാറും 12 മണിക്ക് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തെന്ന് പറയാൻ. ഏതായാലും ആ ഒരു ന്യൂസ് ഫ്ലോ കൂടി ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നു മാർക്കറ്റ് എന്നുള്ളത് തന്നെയാണ്. വെള്ളിയാഴ്ചത്തെ FIIs ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FIIസിൻ്റെ ക്യാഷ് ബൈങ് 1830 കോടി രൂപയാണ്. അവരുടെ പൊസിഷൻ FII ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും പോസിറ്റീവ് പൊസിഷൻസും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും നെഗറ്റീവ് പൊസിഷൻസുമാണ് ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത 24,750 to 24,800 അപ്പോൾ നമുക്കൊരു അപ്സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. പക്ഷേ ഒരു അപ്സൈഡ് ലിമിറ്റഡ് ആണോ അല്ലെങ്കിൽ അടുത്ത ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് 24,800 മുകളിലുള്ള ക്ലോസിങ്ങോ അല്ലെങ്കിൽ 24,800 മുകളിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള നിഫ്റ്റിയുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുമാണ്. 24,750 to 24,800 ഞാൻ കടുത്ത റെസിസ്റ്റൻസ് സോണായിട്ട് വെക്കുന്നു. അതേസമയം നമുക്ക് സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാനുള്ളത് 24,500 മുതൽ 24,550 വരെയാണ്. 24,500 മുകളിലുള്ളൊരു ബ്രേക്ക് ഔട്ടാണ് നിഫ്റ്റിയിൽ ഇങ്ങോട്ടേക്കുള്ള കറക്റ്റായിട്ടുള്ള പോസിറ്റീവ് മൊമെൻറ്റം കൊണ്ടുവന്നത്. 24,500 to 550 എന്ന് പറയുന്ന ഒരു 50 പോയിൻ്റ് ബേസ് പോയിൻ്റ് തന്നെയാണ് ഞാനിപ്പോഴും സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് വെക്കുന്നത്. FIIs കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസത്തെ ബൈങ്ങിന് ശേഷമാണ് 4ാമത്തെ ദിവസം ഒരു സെല്ലിംഗ് മോഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് അവർ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമ്മൾ ഗ്ലോബൽ ക്യൂസിലും മറ്റുമൊക്കെ തന്നെ റിലേ ചെയ്യുന്നതിന് പകരം FIIs വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറച്ച് കൈവിട്ടു പോകും. 24,500 താഴെ വീക്ക്നെസ് ഉണ്ട്. നമുക്ക് ഒരു ഷാർപ്പ് ഫോളൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻ. അതേസമയം മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം നിഫ്റ്റിയും സെൻസെക്സിനൊക്കെ ഭയങ്കര ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 100,000 മുകളിലാണ് സെൻസെക്സ് ബുള്ളിഷ് ക്രൈറ്റീരിയയിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയം മാക്സിമം ഡൗൺ സൈഡ് വേസ്റ്റ് സിനാരിയോയിൽ, അതായത് ഓയിൽ പ്രൈസ് $100 മുകളിൽ പോവുക, അമേരിക്കൻ മാർക്കറ്റ് ഒരു റെസിഷൻ പോയിന്റിലേക്ക് പോവുക, ഇങ്ങനെയുള്ള വേസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം നിഫ്റ്റി സെൻസെക്സ് ഒരു 70,000 പോകും എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്.
നമ്മളും നവംബർ മാസം കാണിക്കുന്ന കുറച്ച് ഡാറ്റകളൊക്കെ നെഗറ്റീവാണ്. കാരണം ഡിമാറ്റ് അക്കൗണ്ട് കഴിഞ്ഞ 7 മാസം 8 മാസത്തെ ഏറ്റവും കുറഞ്ഞ ഓപ്പണിംഗ് ആണ് നവംബറിൽ കാണിച്ചത്. അതൊരു ക്രൈറ്റീരിയ അല്ല എങ്കിലും നമുക്ക് US മാർക്കറ്റിൽ ഇനിയിപ്പം ട്രംപ് വന്നതിന് ശേഷമുള്ള പോളിസി സ്റ്റാൻസ് പ്രത്യേകിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരിയിൽ അതൊരു ഇവൻ്റായിട്ട് വരുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം അവരുടെ പോളിസി അനൗൺസ്മെൻറ്റ് വരുന്നു. പിന്നെ നമ്മളപ്പോൾ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ അത് ബഡ്ജറ്റ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഡിസംബർ എന്ന് പറയുന്നത് അത്രമാത്രം ഇവൻറ്റ്ഫുൾ അല്ല എങ്കിലും FISൻ്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ Q2 റിസൾട്ട്സ് കുറച്ചുകൂടി ബെറ്റർ ആവും. ഇനിയിപ്പോൾ RBIയുടെ ഈ ഒരു CRR കട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 1,07,000 കോടി രൂപയോളം 1,15,000 കോടി രൂപയോളം നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അധികമായിട്ട് വരും. ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചു എന്ന് പറയുന്ന അർത്ഥം ബാങ്കുകൾ ക്യാഷ് റിസർവ് ആയിട്ട് RBIയിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ടാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറക്കുക എന്ന് പറയുന്ന സമയത്ത് ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം കിട്ടുന്നതിന് ഈക്വലാണ്. അപ്പോൾ അത് കൂടുതൽ പണം ബാങ്കുകളുടെ അടുത്ത് വരുന്ന സമയത്ത് അത് എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും. ലോണുകളുടെ രൂപത്തിലും മറ്റു ക്രെഡിറ്റുകളുടെ രൂപത്തിലും ഒക്കെ തന്നെ പമ്പ് ചെയ്യാൻ പറ്റും. അതുവഴി ജനങ്ങൾക്ക് വീണ്ടും പർച്ചേസിംഗ് പവർ കൂട്ടാനുള്ള സംഗതികളുമാണ് നടത്തുക. ഗ്രോത്ത് അതുവഴി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഏതായാലും ഇൻഫ്ലേഷനും ഗ്രോത്തും ലിക്വിഡിറ്റിയും കൂടി ഒരു ബാലൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു റിസർവ് ബാങ്കിൻ്റെ പോളിസിയാണ് നമ്മൾ കണ്ടത്. ശക്തികാന്ത ദാസിൻ്റെ അവസാനത്തെ പോളിസിയാണ്. അദ്ദേഹം ഗവർണറായിട്ട് അവരുടെ ടേം കഴിയുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റും കൂട്ടിയിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4.8 വന്നിട്ടുണ്ട്. 4.5 4.8 വന്നിട്ടുണ്ട്. അതേസമയം ഗ്രോത്ത് നമ്മൾ 7.2% ഉണ്ടായിരുന്നത് 6.8% ആയിട്ട് കുറച്ചിട്ടുമുണ്ട്. 1,17,000 കോടി രൂപയുടെ എക്സ്ട്രാ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിട്ടും ഒക്കെയാണ്. പിന്നെ ഫോറിൻ കറൻസി നോൺ റെസിഡൻസ് FCNRൻ്റെ ഡെപ്പോസിറ്റ്സ്, അതായത് NRI ഡെപ്പോസിറ്റുകൾക്കെല്ലാമല്ല FCNR രീതിയിൽ, അതായത് അവരുടെ ഫോറിൻ കറൻസിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റുകളുണ്ട്. അതിൻ്റെ ബേസ് റേറ്റിലും 1.5% വർധനവ് RBI വരുത്തിയിട്ടുണ്ട്. ഇത് NRI ഡെപ്പോസിറ്റുകൾ കൂടുതലായിട്ടും ഹോൾഡ് ചെയ്യുന്ന ബാങ്കുകളെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് കാര്യമാണ്. അവർക്ക് കൂടുതൽ ഡെപ്പോസിറ്റുകൾ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരള തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ചും കൂടുതൽ നമ്മൾ NRI ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് പോസിറ്റീവാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആ ഒരു വഴിയിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവരുടെ മൊത്തം ഡെപ്പോസിറ്റ്സിന് 30% NRI ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ FCNR ഡെപ്പോസിറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥിതിക്ക് SIB, അതായത് പിന്നെ കാത്തലിക് സിറിയൻ ബാങ്ക് 17% ഡെപ്പോസിറ്റ്സ്, അതായത് 31,840 കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സിൽ 17% NRI ഡെപ്പോസിറ്റ്സ് ആണ്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 21% NRI ഡെപ്പോസിറ്റ്സുകളുണ്ട്. ഫെഡറൽ ബാങ്കാണ് മറ്റു പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി. 1,48,817 കോടി രൂപയുടെ ഡെപ്പോസിറ്റുള്ള സ്ഥാനത്ത് 51% NRI ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ കൂടുതലായിട്ടും ഈ FCNRൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് കൂടുതൽ ഫോറിൻ ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു മാറ്റം ഉണ്ടാകുന്നില്ല, പക്ഷേ ഒരു മേജറായിട്ടുള്ള അവരുടെ FCNR റേറ്റിൽ കൂടുക എന്ന് പറയുന്ന സമയത്ത് ഫണ്ട് ഫ്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. SBIയിലും അതുതന്നെ കാനറ ബാങ്കിലും ഒക്കെ തന്നെ 32-30% തന്നെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാലുണ്ട്. അപ്പോൾ ആ ഒരു ബാങ്കുകളെയും വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക് പോലുള്ള ഓഹരികൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാർക്കറ്റ് അടുത്ത മാസം ഈ ആഴ്ച നമുക്ക് പ്രധാനപ്പെട്ട ഇവൻറ്റുകളായിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് US-നെ സംബന്ധിച്ചിട്ട് ബുധനാഴ്ച വരുന്ന CPI ഇൻഫ്ലേഷനാണ്. നവംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറും മന്ത് ഓൺ മന്തും വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമുക്ക് വരുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച WPI ഇൻഫ്ലേഷൻ, നവംബർ മാസത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്, വെള്ളിയാഴ്ചയാണ് വരുന്നത്. GDP ഗ്രോത്ത്, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ, യൂറോപ്പിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി 3.4%-ൻ്റെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെക്റ്റേഷൻ. സോ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്റ്റേഷൻ മൺഡേ നമുക്ക് പ്രധാനപ്പെട്ട ഡാറ്റകളൊന്നുമില്ല. US-ൽ നിന്നും കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷനാണ് വരുന്നത്. അതിന് ചൊവ്വാഴ്ച കാര്യമായിട്ടുള്ള ഡാറ്റകളൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. ബുധനാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞ കോർ ഇൻഫ്ലേഷൻ വരുന്നത്, ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വരുന്ന ഒരേ ഒരു ഡാറ്റ ഈ ആഴ്ച ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനാണ്. അത് വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്
വ്യാഴാഴ്ചത്തേക്ക് ശേഷം മാർക്കറ്റ് എടുക്കാൻ സാധ്യത. പ്രത്യേകിച്ചും ഈ ഒരു ഗ്രോത്ത് കുറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്? കാരണം ഒക്ടോബർ മാസവും നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഇൻഫ്ലേഷൻ 6% മുകളിലായിരുന്നു. 6.5 വന്നിട്ടുണ്ടായിരുന്നു. RBIയുടെ ഫോർകാസ്റ്റിന് മുകളിലായിരുന്നു ബജറ്റ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നോക്കണം. കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അടുത്ത ഒരു ക്വാർട്ടറോട് കൂടി മാത്രമേ ഇൻഫ്ലേഷൻ കൂൾ ഡൗൺ ആവൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള അനുമാനം. ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്കാണ് ഇന്ത്യയെ സംബന്ധിച്ച് വരുന്നത്. OPEC രാജ്യങ്ങളുടെ മീറ്റിങ്ങിന് ശേഷം അവർ പ്രൊഡക്ഷൻ കൂട്ടുന്നത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഏപ്രിലിലേക്കാണ്. അടുത്ത 3 മാസത്തേക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏപ്രിലോട് കൂടി മാത്രമേ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുകയുള്ളൂ. അപ്പോൾ അവർ കൂട്ടാതിരിക്കാൻ കാരണം പ്രത്യേകിച്ചും ഡിമാൻഡ് കുറവാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യ മാക്സിമം അവരുടെ സെല്ലിംഗ് പ്രൈസ് OSP കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ആൾക്കാരുടെ നിന്ന് ഏഷ്യൻ ബയേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ അവരുടെ OSP കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി അവിടുത്തെ എനർജി പോളിസി എന്തായിരിക്കും എന്നുള്ളതും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ചൈന അടക്കമുള്ള പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളൊക്കെ തന്നെ ഡിമാൻഡ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ കുറയുന്നത് വളരെ ആശങ്കാജനകമായിട്ടാണ് കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫേമുകളൊക്കെ ക്രൂഡിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്ലുക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനം മോത്തിലാൽ ഒസ്വാൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് കമ്പനിയായിട്ടുള്ള മോത്തിലാൽ ഒസ്വാളിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് $60 വരും എന്നുള്ളതാണ്. അതേസമയം പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫേമുകളൊക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തത് ക്രൂഡ് ഓയിലിന് ഈ ഒരു വർഷം $60 മുതൽ $70 എന്നുള്ളതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കമാണ്. പ്രത്യേകിച്ചും ഈ ഗ്ലോബൽ ടെൻഷൻസൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ഈ ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഏറ്റവും കൂടുതൽ കുറയുന്നതിന് കാരണമാകും. ഇന്ത്യ നമുക്ക് 80-85% അല്ലെങ്കിൽ 90% തന്നെ പറയാം നമ്മുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും പൈസ കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇൻഫ്ലേഷനെ കുറക്കുന്നതിനും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നതിനും ഈ ഒരു കാരണം ഉണ്ടാകും. സോ OPEC രാജ്യങ്ങളുടെ മീറ്റിങ്ങിൽ ഈ ഒരു തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതേസമയം ഇനി നമുക്ക് സ്റ്റോക്ക് അനാലിസിസിലേക്കും പ്രത്യേകിച്ചും കമ്പനികളുടെ അനാലിസിസിലേക്കും പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് പുറമെ ഞാനൊരു SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകളും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളിൽ ഞങ്ങൾ ഇപ്പോൾ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കാൻ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അപ്പോൾ ഇനി സ്റ്റോക്ക് അനാലിസിസിലേക്ക് പോകാം. ചില കമ്പനികളുടെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. Q2 റിസൾട്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ സെക്ടർ വൈസ് അനാലിസിസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ സെക്ടർ, ഡയഗ്നോസ്റ്റിക് സെക്ടറൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്ടർ വൈസ് വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില വീഡിയോസ് ഞങ്ങൾ മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടും എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വരുന്നത് കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട JP മോർഗൻ്റെ റിപ്പോർട്ടാണ്. ഇൻഡസ് ടവറിനെ കുറിച്ചാണ്. ടെലികോം സെക്ടറിലെ ഇൻഡസ് ടവറിനെ കുറിച്ചാണ്. ഇൻഡസ് ടവറിൽ ബാക്കിയുള്ള 3% ഓഹരികൾ കൂടി വോഡാഫോൺ ഐഡിയ കഴിഞ്ഞ ആഴ്ച ബൾക്ക് ഡീൽ പ്രകാരം വിറ്റ് കഴിഞ്ഞു. അപ്പോൾ JP മോർഗൻ ഇൻഡസ് ടവറിനെ ഓവർ വെയ്റ്റ്, അതായത് അതിഭീകരമായിട്ടുള്ള പോസിറ്റീവ് സെൻറ്റൻസിലാണ് കൊണ്ടുതന്നിരിക്കുന്നത്. ടാർഗറ്റ് 520 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് Q4 അടുത്ത ഈ പറയുന്ന Q4 വോഡാഫോൺ ഐഡിയയിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് കമ്പനിക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടമുള്ളത് ഐഡിയ വോഡാഫോണിൽ നിന്നാണ് കിട്ടാൻ ബാക്കിയുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് തീരും. അതുമാത്രമല്ല ക്യാഷ് സർപ്ലസ് കമ്പനിക്ക് ഉണ്ടാകും. എക്സ്ട്രാ ക്യാഷ് കയ്യിൽ വരും. ഈ ക്യാഷ് ഡിവിഡൻഡായിട്ടോ അല്ലെങ്കിൽ സ്പ്ലിറ്റായിട്ടോ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ അർദ്ധപതി H2 എന്ന് പറയുന്നത് ടവർ റോൾ ഔട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടവർ ബിസിനസ്സിലും ടെലികോം സെക്ടറിലും JP മോർഗൻ ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ് ടവറിൽ പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. 520 രൂപയാണ് JP മോർഗൻ ഇൻഡസ് ടവറിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച വലിയൊരു അപ്രൂവലും US FDAയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ബയോകോണുമായിട്ട് സംഭവിച്ചതാണ്. ബയോകോൺ ബയോളജിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയുടെ എസിൻടെക്, അതായത് ഈ വയർ അൾസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലാഗ് സോറിയാസിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു എസിൻടെക് എന്ന് പറയുന്ന മെഡിസിൻ അവർ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഓൾറെഡി ഫെബ്രുവരിയിൽ
ബയോകോൺ ബയോളജിക്സ്, ജെൻസീൻ ബയോടെക്കുമായിട്ട് ബന്ധപ്പെട്ട് അയർലാൻഡിൻ്റെ ജെൻസീൻസ് ബയോടെക് ലൈഫ് സയൻസുമായിട്ട് ഒരു ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് കളക്റ്റീവായിട്ട് അവർ അറിയപ്പെടുന്നത്. ജെൻസീൻ ബയോടെക്കിൻ്റെ കളക്റ്റീവ് നെയിംസ് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. അവരുമായിട്ട് ഓൾറെഡി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഫെബ്രുവരിക്ക് മുമ്പേ ഈ ഒരു മെഡിസിൻ US മാർക്കറ്റിലടക്കം ലോഞ്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത്. ഇത് വലിയൊരു നേട്ടമായിരിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളെന്നുള്ളതാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റും പറയുന്നത്. നമ്മുടെ ഒരു ദിവാലി പിക്ക് കൂടിയായിരുന്നു ബയോകോൺ എന്ന് പറയുന്നത്. സോ ഓൾറെഡി നല്ല രീതിയിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും അപ്സൈഡിലുള്ള ടാർഗറ്റ് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു ഫ്രഷ് ബൈ അഡ്വൈസബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഒരു ലോങ് ടേം ടാർഗറ്റ് 500+ ആണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു അനൗൺസ്മെൻറ്റും US FDA അപ്രൂവലും കമ്പനിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത US മാർക്കറ്റിലടക്കം നേടിത്തരുമെന്നാണ് മാനേജ്മെൻറ്റും വിശ്വസിക്കുന്നത്. സോ ഈ ബയോകോൺ ബയോളജിക്സിൻ്റെ ബയോസിമിലറായിട്ടുള്ള ഈ ക്രോൺ ഡിസീസസിന് ഉപയോഗിക്കുന്ന ഈ എസിൻടെക് എന്ന് പറയുന്ന മെഡിസിൻ വളരെ സക്സസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിൽ മാനേജ്മെൻറ്റും വെച്ചു പുലർത്തുന്നത്. മറ്റൊന്ന് കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള നവംബർ മാസത്തെ പ്രൊഡക്ഷൻ ഔട്ട്ലുക്ക് പുറത്തേക്ക് വന്നു. അതിൽ 2.4% വർധനവാണ് കോൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ നവംബർ മാസത്തിൽ ഈ നവംബർ വരെ, ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കണക്കാക്കൽ നോക്കുന്ന സമയത്തുള്ളത് 2.4%. അതായത് 471 മില്യൺ ടൺ കോൾ പ്രൊഡക്ഷനാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 460 മില്യൺ മെട്രിക് ടൺ ആയിരുന്നു. 460 നിന്നും ഇപ്പോൾ 471 കൂടിയിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കോൾ സപ്ലൈയുടെ 80% കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് കോൾ ഇന്ത്യ. നവംബർ മാസത്തെ പ്രൊഡക്ഷനിലും കൂടുതലാണ് വന്നിരിക്കുന്നത്. 1.7% വർധനമാണ് നവംബർ മാസത്തെ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത്. നവംബർ മാസം മാത്രം 67.2 മില്യൺ ടൺ പ്രൊഡക്ഷനാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 66 മില്യൺ ടൺ ആയിരുന്നു. ഏതായാലും കോൾ ഇന്ത്യയിൽ നമുക്ക് ഓൾറെഡി ഒരു ചെറിയ രീതിയിൽ എക്സ്പോഷർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഡിവിഡൻഡ് ഈൽഡ് വളരെ നല്ല കമ്പനിയാണ്. ഡിവിഡൻഡ് ഈൽഡ് വളരെ കൂടുതലാണ്. അതിന് പുറമെ ഒരു നല്ല PSU വിത്ത് നമ്മൾ 100 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടാവാം. ഓൾറെഡി അതിൽ നിന്ന് 5 ഇരട്ടിയിലേക്ക് അധികം റിട്ടേൺ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിട്ടും നമ്മുടെ പവർ സെക്ടറിനെ സംബന്ധിച്ചും പറയുമ്പോൾ മറ്റു പവർ സെക്ടറുകളിലെ കമ്പനികളുണ്ട്. അതിന് പുറമെ കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം യുണീക്ക് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. PSU ആണ്, പക്ഷേ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കോൾ ഇന്ത്യ. ഇന്ത്യയിലെ പോലുള്ള രാജ്യത്തെ 80% കോൾ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് ബ്രോക്കിംഗ് ഫേമും കോൾ ഇന്ത്യയെ കവർ ചെയ്യുകയുണ്ടായി. 520 മുകളിലായിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ അധികം റിസ്ക് ഇല്ലാതെ ബൈയിങ് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് 400-410 റേഞ്ചുകളിലൊക്കെ കോൾ ഇന്ത്യ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബൈയിങ് ആയിരിക്കും. പക്ഷേ ഘട്ടങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ അഡ്വൈസ് ഉള്ളവർ, കാരണം പതുക്കെ വലിയൊരു ജമ്പൊന്നും നമുക്ക് ഈ കോൾ ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പോൾ പതുക്കെ ആയിരിക്കും കോൾ ഇന്ത്യയിലൊക്കെ മൂവ് ഉണ്ടാവുക. ബേസിക്കലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടൊരു കമ്പനി കൂടിയാണ് കോൾ ഇന്ത്യ. ഇനി പറയാൻ പോകുന്ന ഒരു സെക്ടർ നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഔട്ട്ലുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഡാറ്റാ സെൻറ്ററിനെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ചില ഡാറ്റകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്. അതായത് വന്നിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത, ടാറ്റ ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും ചേർന്ന് പൂനെയിൽ അവരുടെ ഒരു വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നതാണ്. പഴയ വാഹനങ്ങളൊക്കെ പൊളിച്ച് വിൽക്കുന്നതായിട്ടുള്ള സെറ്റപ്പാണത്. 21,000-ഓളം വാഹനങ്ങൾ ഒരു ആനുവലി അവർക്ക് അതോടെ ക്രഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പാസഞ്ചർ വെഹിക്കിളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഒക്കെ തന്നെ ക്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് അവർ പൂനെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ 6ാമത്തെ യൂണിറ്റാണിത്. 6ാമത്തെ യൂണിറ്റാണ്. ഇവർക്ക് ഇതിന് മുന്നേ ഉള്ളത് ജയ്പൂരുണ്ട്, ഭുവനേശ്വർ, സൂരത്ത്, ചണ്ഡീഗഡ്, അതുപോലെ തന്നെ ഡൽഹി NCR. ഇത്രയും സ്ഥലങ്ങളിൽ ഓൾറെഡി വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് 6ാമത്തെ യൂണിറ്റായിട്ടാണ് പൂനെയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോളിസിയാണ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി എന്ന് പറയുന്നത്, സ്ക്രാപ്പേജ് പോളിസി. അതായത് 15 വർഷത്തെ കൂടുതൽ ഒരു വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല, അതിനുശേഷം അത് സ്ക്രാപ്പ് ചെയ്ത് കളയണം, പുതിയ വണ്ടി ഇറക്കണം എന്നുള്ളതാണ്. ഈ പോളിസി നിതിൻ ഗഡ്കരി കൊണ്ടുവന്നതിന് ശേഷം അത് ഡിലേ ആവുന്നത്, അത് ഇംപ്ലിമെൻറ്റേഷനിൽ ഡിലേ വരുന്നത് നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെയും ടാറ്റ ഇൻ്റർനാഷണലിൻ്റെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ ഒരു ശ്ലാഘനീയമായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഇതിൽ ഈ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 6ാമത്തെ സെൻറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് സെപ്റ്റംബർ 2024
ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ആകെ 63 ഓപ്പറേഷണലായിട്ടുള്ള സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വെറും 63 സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ 60 എണ്ണം ഇനി വരാൻ പോകുന്നുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷനാണ്. പിന്നെ 40 എണ്ണം പൈപ്പ് ലൈനിലാണ്, അതിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അത്ര കുറച്ച് വെഹിക്കിൾ സ്ക്രാപ്പേജ് സെൻറ്റേഴ്സേ ഉള്ളൂ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത്, ഈ വെഹിക്കിളുകൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ ഭുവനേശ്വറിലെ അല്ലെങ്കിൽ ഈ പുനെയിലുള്ള ഔട്ട്ലുക്ക് കാണുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡിസ്മാൻഡ്ലിംഗ് സ്റ്റേഷൻസ് ടയറുകൾക്കായിട്ടും ബാറ്ററികൾ, ഓയിൽ, ഗ്യാസ്, ഇതൊക്കെ ഒരു വാഹനം പൊളിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ വേറെ വേറെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെൻറ്റേഴ്സ് വേണമെന്നുള്ളതാണ്. വേറൊരു കാര്യം, ഈ ഇക്രയുടെ ഒരു റിപ്പോർട്ട് ഒക്ടോബറിൽ വരികയുണ്ടായി, 2024 ഒക്ടോബറിൽ വരികയുണ്ടായി. അവിടെ പറയുന്നത് ഏകദേശം 5,70,000 വാഹനങ്ങളാണ് 15 വർഷം കഴിയുന്നത്. ഈ അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 6 ലക്ഷത്തിന് അതിന് മുകളിലേ വരുള്ളൂ. 5,70,000 മുകളിൽ വാഹനങ്ങളാണ് അടുത്ത 2 വർഷം കൊണ്ട് ഈ 15 വർഷത്തെ കാലാവധി കഴിയുന്നത്. അത് സ്ക്രാപ്പ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല 9 ലക്ഷം ഗവൺമെൻറ് വാഹനങ്ങളും ഈ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അതും മാൻഡേറ്ററി ഡിസ്മാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യും, ആദ്യം ഗവൺമെൻറ് ചെയ്ത് കാണിക്കും എന്നുള്ളതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വലിയൊരു റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് കാത്തിരിപ്പുണ്ട്. ഇത് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡാണ് മാർക്കറ്റിൽ കിടക്കുന്നത്. ഇത് എന്തായാലും റോഡിൽ ഓടാൻ പറ്റില്ല. അപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്രൂവൽ ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് വാഹനങ്ങൾക്ക് വളരെയേറെ വലുതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസ്മാൻഡ്ലിംഗ് സെൻറ്റേഴ്സ്, സ്ക്രാപ്പിംഗ് പോളിസീസ്, സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സ് അത്യാവശ്യമാണ്. 2024 ഓഗസ്റ്റിലെ കണക്കനുസരിച്ചിട്ട് ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ക്രാപ്പിംഗ് സെൻറ്റേഴ്സിന് ആകെ 44,803 ആപ്ലിക്കേഷൻ മാത്രമാണ്, സ്ക്രാപ്പിംഗ് ആപ്ലിക്കേഷൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 41,000 ഗവൺമെൻറ് വാഹനങ്ങളുടെ സ്ക്രാപ്പിംഗ് ആപ്ലിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി ടാറ്റ പോലുള്ള ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് ഇങ്ങനൊരു സെൻറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിലാകമാനം വർദ്ധിക്കും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, വലിയ ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. പിന്നെ 2 വീലേഴ്സിൻ്റെ കാര്യം പറയാനാണ്, 15 വർഷം കഴിയുമ്പോൾ 2 വീലേഴ്സും സ്ക്രാപ്പ് ചെയ്യണം. പക്ഷേ അതിനുള്ള സെൻറ്റേഴ്സ് വളരെ കുറവാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സും ടാറ്റ ഇൻ്റർനാഷണലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു വാഹനങ്ങളും കൂടി, മറ്റു വാഹന നിർമ്മാതാക്കളും കൂടി അവരുടെ ക്രഷിംഗ് യൂണിറ്റ്സുമായിട്ട് വരുമെന്ന് അറിയില്ല. ഏതായാലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് അടുത്ത 3-4 വർഷം എന്ന് പറഞ്ഞാൽ ഈ റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഹരികളിലൊക്കെ തന്നെ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും പല പെന്നി സ്റ്റോക്കുകളും ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാറുണ്ട്. 1-2 ദിവസങ്ങളിൽ ചില സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണുമ്പം ആൾക്കാരൊന്നും ചിന്തിക്കാതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പതിവും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച സെബി അതുപോലെ തന്നെ BSE ഒരു കമ്പനിക്ക് മുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിസാൻ ഫുഡ് എന്ന് പറയുന്ന 12 രൂപയോ മറ്റോ ഇപ്പോൾ ട്രേഡിങ്ങിലുള്ള ഒരു കമ്പനിയാണ്. ഇവരെ സംബന്ധിച്ചിട്ട് വളരെയേറെ സ്റ്റോക്കിൽ എപ്പോഴും വളരെ സ്പേർട്ട് ഉണ്ടാകുന്ന സമയമുണ്ടായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ലോവർ സർക്യൂട്ട് അടിച്ചപ്പോഴൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്നത്, ഇവരുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും സർക്കുലർ ട്രാൻസാക്ഷനാണ്. അതായത് പുറത്ത് ആരുമായിട്ടല്ല, ഇവർ തന്നെ കുറച്ച് ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇവർ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇവർ വാങ്ങുന്ന ആൾക്കാർ, ഇവരുടെ സപ്ലയറും കസ്റ്റമറും ഒന്നും തന്നെ നിലവിലില്ല. ഇത് BSEയും അതുപോലെ തന്നെ സെബിയും നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഇവരുടെ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള റവന്യൂ എക്സ്പെൻസൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പെൻസുകളൊന്നും തന്നെ യഥാർത്ഥമല്ല. 4 ലക്ഷം രൂപയുടെ പവർ എക്സ്പെൻസിന് 4 കോടി രൂപ കാണിക്കുന്നു. ഇവരാരുടെ സാധനങ്ങൾ വാങ്ങുന്നു, അവരാരും തന്നെ നിലവിലില്ല. അവർ സപ്ലയറായിട്ട് കൊടുത്തിരിക്കുന്ന ചില അഡ്രസ്സിലൊക്കെ തന്നെ ചില ഹോം അഡ്രസ്സുകളായിട്ടാണ് കാണുന്നത്. അതായത് കംപ്ലീറ്റ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ബിസിനസ് നടത്തുന്നു. ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നു, സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇവർ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഓഗസ്റ്റിൽ പോലും ഇവർ റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ട് 50 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു പേപ്പർ കമ്പനി എന്ന് പറയാം. നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മിസാൻ ഫുഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു. പക്ഷേ ഇവരൊന്നും തന്നെ നിലവിൽ ഇല്ലാത്തവരാണ്. സപ്ലയർ ആയിക്കോട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, ഇവരുടെ എക്സ്പെൻസുകൾ പോലും ഓവർ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചു എന്നുള്ളതാണ് മിസാൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ കമ്പനി ഏകദേശം 100ഓളം കോടി രൂപയുടെ പിഴ ആദ്യമായിട്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഓഹരി ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാണുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള ഫുഡ് ഈ ചെറിയ കമ്പനികളിൽ പോയിട്ട്, ചെറിയ കമ്പനി എന്ന് ഉദ്ദേശിച്ചിട്ട്
പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മിസ്റ്റാൻ ഫുഡ്, അതിൻ്റെ കോട്ട് ഞാൻ MISTAN മിസ്റ്റാൻ ഫുഡ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ടിക്കറിൽ കൊടുക്കാൻ ശ്രമിക്കാം ഇതിൻ്റെ അകത്ത് സ്ക്രീനിൽ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോഡുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇനി നമുക്ക് ചില കമ്പനികളെ നമുക്ക് നോക്കാം. സോളാർ ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഏകദേശം 10,800 നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ എക്സ്പോർട്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ആഴ്ച കമ്പനി അപ്ഡേറ്റ് ചെയ്യേണ്ടായി. 20.4 ബില്യൺ ഇന്ത്യൻ റുപ്പീസിനുള്ള ഡിഫൻസ് ഓർഡറാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഓർഡറാണ്. 447 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറാണ് കമ്പനിക്ക് കഴിഞ്ഞ വർഷം, സാമ്പത്തിക വർഷം കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ മൊത്തം നോക്കുമ്പോൾ കമ്പനിയുടെ മൊത്തം റവന്യൂയുടെ 19 to 20% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ഓർഡറുകളിൽ നിന്ന് മാത്രമാണ്, ഡിഫൻസ് ഓർഡറുകളിൽ നിന്ന് മാത്രമാണ്. അതിനു പുറമെ ഇവരുടെ ആവറേജ് ഒരു വർഷത്തെ പ്രോഫിറ്റിൽ 11 മുതൽ 13 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന എക്സ്പോർട്ട് ഓർഡറുകളിൽ നിന്നാണ് വരുന്നത്. അടുത്ത 4 വർഷത്തേക്ക് ഈ ഒരു ഓർഡറുകൾ സെർട്ടേൺ ആണ്. ആവറേജ് ഒരു 3.6, ഒരു 3 വർഷവും 6 മാസത്തെയും ഏജിങ് ആണ് ഈ ഒരു ഓർഡറുകൾക്കുള്ളത്. അതായത് അടുത്തൊരു 3-4 വർഷത്തേക്ക് കമ്പനിയുടെ കയ്യിൽ ഇനഫ് ഓർഡറുകളുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി സസ്റ്റെയിൻ ആണ്. പിന്നെ ഡൊമസ്റ്റിക് ഓർഡറുകളും കൂടി വരുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞത് എക്സ്പോർട്ട് ഓർഡറുകൾ മാത്രമാണ്, ഡൊമസ്റ്റിക് ഓർഡറുകളും കൂടി വരുന്നുണ്ട്. ഡിഫൻസീവ് നമ്മുടെ ഇന്ത്യൻ ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലൈയും ആർട്ടിലറി സാധനങ്ങളും ഗണ്ണുകളും മറ്റൊക്കെ തന്നെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസ് എനിക്ക് തോന്നുന്നു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഡിഫൻസ് പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും BEL, BHEL, BDL ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നോക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ അത് 10,800 നിലവാരത്തിനുള്ളത്. എനിക്കൊന്നിപ്പോൾ ഒരു 12,000 to 13,000 വരെ പോകാനുള്ള സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയാണ്. ഈ ഒരു ഓഹരി അടുത്തായിട്ട് കറക്റ്റ് ചെയ്ത് വന്നതാണ്. 11,500 നിലവാരത്തിനൊക്കെ കറക്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇനി 10,800 എന്നുള്ള നിലവാരത്തിൽ വളരെ പതുക്കെ 1-2 ഓഹരികൾ വാങ്ങിയാലും മതി. നിങ്ങൾ ഒന്ന് കയ്യിൽ വെച്ചാലും എനിക്കൊന്നൊരു 13,000 വരെയൊക്കെ പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് സോളാർ ഇൻഡസ്ട്രീസിനെ ഫീൽ ചെയ്യുന്നത്. RBI മോണിറ്ററി പോളിസിയോട് കൂടി പല ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് ഏത് ബാങ്കിങ് സെക്ടറാണ് സെലക്ട് ചെയ്യുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഓക്കെയാണ്, എല്ലാ ബാങ്കുകളെ സംബന്ധിച്ചിട്ടും അതിൻ്റെ പോളിസി ബെനിഫിഷ്യറി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു PNB. അതിനുശേഷം 110 മുകളിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് വന്നിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് സജസ്റ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സെറ്റപ്പ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം മറ്റൊരു ഓഹരി യൂണിയൻ ബാങ്ക് ആയിരുന്നു. അത് ഞാൻ യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും 130ഓളം അടുപ്പിച്ച് വരികയുണ്ടായി. എനിക്കൊന്ന് ഇപ്പോഴും അപ്സൈഡ് ബാക്കിയുള്ളൊരു കമ്പനിയാണ് യൂണിയൻ ബാങ്ക്. 132 to 135 വരെയെങ്കിലും പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. പുതിയ ഫ്രഷ് ബൈങ് ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കേട്ടിട്ട് എടുത്തിട്ടുള്ളവർക്ക് ആരെങ്കിലും ഇതുവരെ ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ 130 to 135 ടാർഗറ്റ് ഞങ്ങൾ ഇപ്പോഴും വെച്ച് പുറത്തൊരു കമ്പനിയാണ്. ഇപ്പോൾ അതേ സ്പേസിലുള്ള പല ബാങ്കിങ് കമ്പനികളും വളരെ സ്ട്രോങ് ആണ്. ബാങ്കിങ് അനാലിസിസ് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ത്യൻ ബാങ്കാണ് എനിക്ക് മറ്റൊരു വളരെ സ്ട്രോങ് ആയിട്ട് തോന്നിയൊരു കമ്പനി. ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ ബാങ്ക് ട്രേഡ് ചെയ്യുന്നതും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 594 രൂപയിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് PSU ബാങ്ക് എന്ന് പറയാം. അസറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും ഈ ബാങ്കിൻ്റെ MCLR കൂടി വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ കയ്യിൽ നല്ല കാശുള്ള ബാങ്ക് കൂടിയാണ്. ഏകദേശം 64 ബില്യൻ്റെ ഏകദേശം 62 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ക്യാഷ് റിസർവ് വരുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. ക്രെഡിറ്റ് കോസ്റ്റ് കൺട്രോളിലാണ്. വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന ബാങ്കാണ്. പ്രത്യേകിച്ചും സ്ലിപ്പേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിജിറ്റൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പ്രോസസ്സ് റീഎഞ്ചിനീയർ ചെയ്തിട്ടൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇന്ത്യൻ ബാങ്കും നമുക്ക് ഓരോ ഇടിവിലോ അല്ലെങ്കിൽ ഈ ലെവലുകളിലൊക്കെ പതുക്കെ ചെയ്യാവുന്നതാണ്. ബാങ്ക് നമ്മുടെ മാർക്കറ്റ് കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 650 വരെയെങ്കിലും പോകാനുള്ള ശക്തി ഇന്ത്യൻ ബാങ്കിലുണ്ട്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി കൂടിയാണ്. മറ്റൊന്ന് ഒരു ചെറിയ കമ്പനിയാണ് റാംകോ ഇൻഡസ്ട്രീസ്. ഒരു ചെറിയ സ്മോൾ ക്യാപ് കമ്പനിയാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ ക്വാർട്ടറുകളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ അശോക ബിൽഡിക്കോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും നമ്മളിപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അഫോർഡബിൾ ഹൗസിങ്ങും ഒക്കെ തന്നെ വളരെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സമയമാണ് ഈ അടുത്ത 6 മാസം എന്ന് പറയുന്നത്. PNB ഹൗസിങ്ങിലൊക്കെ 2 ദിവസമായിട്ട് മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാംകോ ഇൻഡസ്ട്രീസ് ആ ഒരു മേഖലയിൽ വരുന്നൊരു കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓൾ ടൈം 52 വീക്സ് ഹൈ ഈ അടുത്താണ് കഴിഞ്ഞ ആഴ്ചയാണ് കട്ട് ചെയ്തത്. 324 വരെ ഉണ്ടായി. ഒരു ഷോർട്ട് ടേമിൽ ഒരു 350-360 വരെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് റാംകോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് ഈ പറയുന്ന ലീഡിങ്
പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടുള്ള ഒരു കമ്പനിയാണ് ജിൻഡാൽ പോളി. ജിൻഡാൽ പോളി നമ്മൾ വളരെ പതുക്കെ ലോവർ ലെവലുകളിൽ നിന്നും റെക്കമെൻഡ് ചെയ്തുകൊണ്ട് വരുന്നൊരു ഓഹരിയായിരുന്നു ജിൻഡാൽ പോളി. ഇപ്പോൾ അത് അതിൻ്റെ 52 വീക്സ് ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 987 എന്ന് പറയുന്നത് അതിൻ്റെ 52 വീക്സ് ഹൈ ടച്ച് ചെയ്യുന്നുണ്ടായി ഡിസംബറിൽ. ഇനിയിപ്പോൾ അടുത്ത ഒരു ടാർഗറ്റ് ജിൻഡാൽ പോളിയെ സംബന്ധിച്ചിട്ടുള്ളത് 1100 ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെക്ടറിൽ നിന്നാണ് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡാൽ പോളിയും നിങ്ങൾക്ക് നോക്കി വെക്കാനുള്ള ഓഹരിയാണ്. വളരെയേറെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് ബാറ്റ ഇന്ത്യ. ബാറ്റ ഇന്ത്യ ഒരു ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ഫുഡ്വെയർ കമ്പനിയാണ്. ഈ ഒരു ലോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. മറ്റ് 1000 രൂപയിൽ താഴെയുള്ള ചപ്പലുകൾ വിറ്റിരുന്ന കമ്പനി ഏകദേശം കമ്പനിയുടെ മൊത്തം റവന്യൂയുടെ 50% വരുന്നത് ഈ ഒരു 1000 രൂപയിൽ താഴെയുള്ള ഫുഡ്വെയറുകൾ വിറ്റിട്ടായിരുന്നു. ഇപ്പോൾ അത് 30% കുറഞ്ഞിട്ടുണ്ട്. കമ്പനി ഒരുപാട് കാലമായിട്ട് വലിയ റിട്ടേൺ ഒന്നും കൊടുക്കാത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു സ്ട്രോങ് ലെഗസിയും വളരെ വൈഡ് റീച്ചും ഉണ്ട്. അതായത് ഏകദേശം 1900 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഈ കമ്പനിക്ക് 1500 ടൗണുകളിൽ പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറാണ്. ഇന്ത്യയിലെ ഫുഡ്വെയർ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറായിട്ടാണ് ബാറ്റ ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 130 വർഷത്തെ പഴക്കമെങ്കിലും ഈ ഒരു കമ്പനിക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു ലാർജസ്റ്റ് ഫുഡ്വെയർ റീറ്റെയിലർ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും അറിയുന്ന ഒരാൾ. 1400-440 റേഞ്ചിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 1500-1600 റേഞ്ചിലൊക്കെ 1550 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് ബാറ്റ ഇന്ത്യയെ നോക്കുന്നത്. അപ്പോൾ വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നു കമ്പനി എന്നുള്ളത് സത്യമാണ്. പക്ഷേ കുറേ കാലത്തെ ആ ഒരു ബ്രേക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ടെക്നിക്കലിയും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലിയും റീസണബിൾ ആയിട്ടുള്ള വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഓഹരി എന്ന നിലയിൽ ഒരു 1500-1550 റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് ബാറ്റ ഇന്ത്യയെ നോക്കുന്നത്. നമ്മുടെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് ഫേമസ് ആയിട്ടുള്ള വളരെ എന്താ പറയുക പോപ്പുലറായിട്ടൊരു ബ്രാൻഡാണ്. ഇപ്പോഴും ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ബാറ്റ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ബാറ്റ ഇന്ത്യ ഒരു നല്ല കമ്പനിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കമ്പനികളൊക്കെ പറഞ്ഞു. റാംകോ ഇൻഡസ്ട്രീസ് പറഞ്ഞു, ജിൻഡാൽ പോളി പറഞ്ഞു, സോളാർ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഞാൻ വേറെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളൊരു ഓഹരി പറയുന്നില്ല, നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാം. നല്ല കമ്പനികൾ ഇതുപോലുള്ള വാല്യുവേഷൻ വൈസും ഒക്കെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ സ്വിംഗി സ്കീം അത് ഞാൻ തന്നെ പേഴ്സണലി മാനേജ് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അതേസമയം മാർക്കറ്റ് മാഗ്നറ്റ് എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള സെബി രജിസ്റ്റർ ആയിട്ടുള്ള ഒരു അനലിസ്റ്റ് ഫേമും കൂടിയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള സർവീസുകൾ ഏറ്റെടുക്കാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് വേറെ ടെലിഗ്രാം ചാനലുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേറെ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ലീഗലല്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ചാനലുകളിലൊന്നും പോയി ജോയിൻ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഔട്ട്ലുക്ക്. അപ്പോൾ ഈ ആഴ്ച മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 24,800 മുകളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 25,000 എന്ന് പറയുന്ന ടാർഗറ്റ് നമുക്ക് അടുത്ത് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു 1000-1500 പോയിൻ്റ് സ്ട്രോങ് റിക്കവറി വന്ന മാർക്കറ്റ്, 1300 മാർക്കറ്റ് പോയിൻ്റ് കയറി വന്ന മാർക്കറ്റാണ്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ കുറച്ച് ദിവസം നിന്നാലും നമുക്ക് പേടിക്കാനില്ല. ഇന്നലെ മാർക്കറ്റ് നല്ല വാർത്ത വന്നു, അല്ലെങ്കിൽ നല്ല പോളിസി ആയിരുന്നു, എന്നിട്ട് വീണില്ല. നേരെ മറിച്ച് GDP മോശം റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഗ്രിപ്പായതിനു ശേഷം മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. GST കളക്ഷൻ മോശമായപ്പോഴും മാർക്കറ്റ് ഇറങ്ങി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല വാർത്തയായിരുന്നു, ചെറിയ രീതിയിൽ ഇറങ്ങി, വലിയ രീതിയിലുള്ള ക്രാഷ് മാർക്കറ്റിൽ വന്നില്ല. ആ ഒരു മാർക്കറ്റ് ഡിസ്കൗണ്ടിങ്ങിന് ശേഷം അത് സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റിനെ കാണിക്കുന്നത്. ഏതായാലും 24,800 എന്നുള്ള നിലവാരം നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. എത്രമാത്രം കണ്ടിന്യൂ ചെയ്തു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട്ലുക്ക്. പ്രത്യേകിച്ച് ഇനി വേൾഡ് ഔട്ട്ലുക്കും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒപെക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് അവരുടെ സ്റ്റാൻഡ്. മേജർ ഔട്ട്ലുക്കൊക്കെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഒരു അവസരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്ത ആഴ്ചയും ബാങ്കുകളും സിമെൻറ്റ് സ്റ്റോക്കുകളും ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളും ഒക്കെ തന്നെ, പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗുഡ്സ്, സിമെൻറ്റ്സ്, കമിൻസ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ പലപ്പോഴായിട്ട് ഞാൻ വലിയ ചെറിയ ലെവലുകളിൽ തൊട്ട് പറയുന്നതാണ്. കമിൻസും സിമെൻറ്റ്സൊക്കെ നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അവർ ഫോക്കസിലാണ്. ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെൻറ്റ്സ് ഇപ്പോഴും ഫോക്കസിലാണ്. റോഡ് കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ഫോക്കസിലാണ്. സിമെൻറ്റ് ഓൾറെഡി നമ്മൾ ഫോക്കസിലാണ്. നമ്മുടെ ചെറിയ ലോവർ ലെവലിൽ നിന്നൊക്കെ തന്നെ അംബുജയൊക്കെ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റു പല സിമെൻറ്റ് സ്റ്റോക്കുകളും റോഡ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള KNR കൺസ്ട്രക്ഷനിലുള്ള കമ്പനികൾ ഇതൊക്കെ BSE NSEയുടെ IPO വന്നിട്ടില്ല. BSE ഫോക്കസിലായിരുന്നു കഴിഞ്ഞ ആഴ്ച. വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി. ഇതിൻ്റെയൊക്കെ ടെക്നിക്കൽ സെറ്റപ്പ് സ്വിംഗി സ്കീമിൽ ഞാൻ ഷെയർ ചെയ്തതാണ് വിത്ത് ഗ്രാഫ്.
നോക്കാം, നമുക്ക് അടുത്ത ആഴ്ചയും നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ലെങ്തിയാണ് എനിക്കറിയാം, പക്ഷേ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഞാൻ മാക്സിമം കണ്ടൻറ്റ് തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ നെഗറ്റീവുകൾ വകവയ്ക്കുന്നില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ എൻ്റെ എപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന 20-30 മിനിറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് നൽകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വേണം കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ. ഒരുപാട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കണ്ടൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിനെ വെറും ഒരു കമൻറ്റ് കൊണ്ട് നമ്മുടെ അതിൻ്റെ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു, ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. ഹാവ് എ നൈസ് വീക്കെൻഡ്, എൻജോയ് യുവർ സെൽഫ് ആൻഡ് കം ബാക്ക് ടു മാർക്കറ്റ് വിത്ത് എ സ്ട്രോങ് വിൽ പവർ. താങ്ക് യു.